ശമ്പളം കിട്ടി 10 ദിവസം കഴിഞ്ഞാൽ കയ്യിൽ പൈസ കാണില്ല. പിന്നെ അടുത്ത മാസം വരെ കാത്തിരിപ്പ്. ഈ കഥ നിങ്ങളുടേതാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റിയേക്കാം. അവസാനം വരെ കാണൂ. കാരണം 5ാമത്തെ കാര്യം മിക്ക ആളുകളും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാറില്ല. ഒന്നാമതായി, ശമ്പളം കിട്ടിയാൽ ആദ്യം നിക്ഷേപിക്കുക, പിന്നെ ചെലവാക്കുക. മിക്ക ആളുകളും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ഷോപ്പിംഗ്, പാർട്ടി, ബില്ലടവ്. അവസാനം ബാക്കി വരുന്നത് നിക്ഷേപിക്കും. മിക്കപ്പോഴും ബാക്കിയുണ്ടാവില്ല. എന്നാൽ ബുദ്ധിമാന്മാർ ചെയ്യുന്നത് ഇതാണ്. ശമ്പളം അക്കൗണ്ടിൽ വന്നാൽ ആദ്യം 20% ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കോ SIPയിലേക്കോ മാറ്റുക. ബാക്കി 80% കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതിനെ പേ യോർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയും. 30,000 രൂപ ശമ്പളമുള്ള ഒരാൾ 6,000 രൂപ SIP ചെയ്താൽ 10 വർഷം കൊണ്ട് 12% വാർഷിക വളർച്ച ലഭിച്ചാൽ ഏകദേശം 14 ലക്ഷം രൂപയാകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്നും ചെയ്തില്ല. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു. രണ്ടാമത്, ബഡ്ജറ്റ് ഉണ്ടാക്കുക. ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ സങ്കീർണമാണെന്ന് തോന്നും. പക്ഷേ 50-30-20 നിയമം വളരെ എളുപ്പമാണ്. വരുമാനത്തിൻ്റെ 50% ആവശ്യങ്ങൾക്കായി, വാടക, ഭക്ഷണം, യാത്ര, EMI. 30% ആഗ്രഹങ്ങൾക്കായി, സിനിമ, ഷോപ്പിംഗ്, യാത്ര. 20% നിക്ഷേപത്തിനും കടം തീർക്കാനും. ഇതൊരു മാർഗരേഖ മാത്രമാണ്. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാം. പ്രധാന കാര്യം എല്ലാ ചെലവുകളും എഴുതി വെക്കുക എന്നതാണ്. ഒരു ചെറിയ നോട്ട്ബുക്കിലോ ഫോണിലെ ഒരു ആപ്പിലോ എഴുതി തുടങ്ങുമ്പോൾ അനാവശ്യ ചെലവുകൾ സ്വയം കുറയാൻ തുടങ്ങും. മൂന്നാമത്, എമർജൻസി ഫണ്ടിന് മുൻഗണന നൽകുക. പലരും SIP തുടങ്ങും, പക്ഷേ എമർജൻസി ഫണ്ട് മറക്കും. പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വന്നാൽ അല്ലെങ്കിൽ ജോലി നഷ്ടമായാൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ നിക്ഷേപം പിൻവലിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം 3 മുതൽ 6 മാസം വരെയുള്ള ചെലവുകൾക്കുള്ള പണം ഒരു ലിക്വിഡ് ഫണ്ടിലോ പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലോ സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക കവചമാണ്. ആദ്യം സുരക്ഷ, പിന്നെ വളർച്ച. നാലാമത്, കടം തീർക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കുക. ക്രെഡിറ്റ് കാർഡ് കടം, പേഴ്സണൽ ലോൺ, ഉയർന്ന പലിശയുള്ള EMI ഇവയാണ് നിങ്ങളുടെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. 36% പലിശയുള്ള ക്രെഡിറ്റ് കാർഡ് കടമുണ്ടെങ്കിൽ SIP ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം നിക്ഷേപം വളരുന്നതിനേക്കാൾ വേഗത്തിൽ കടം നിങ്ങളുടെ പണം തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം ഉയർന്ന പലിശയുള്ള കടങ്ങൾ തീർക്കുക. ഇതിനെ ഡെറ്റ് അവലാഞ്ച് മെത്തേഡ് എന്ന് വിളിക്കുന്നു. കടം തീർന്നാൽ അതേ തുക നിക്ഷേപത്തിലേക്ക് മാറ്റുക. 5ാമത്, സ്വയം നിക്ഷേപിക്കുക. ഇതാണ് മിക്ക ആളുകളും മറക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം. പുതിയ കഴിവുകൾ പഠിക്കുക. ഒരു കോഴ്സ് ചെയ്യുക. പുസ്തകങ്ങൾ വായിക്കുക. നല്ല ആളുകളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തി നിങ്ങൾ തന്നെയാണ്. ഇന്ന് പഠിക്കുന്ന ഒരു കഴിവ് നാളെ നിങ്ങൾക്കൊരു പുതിയ വരുമാന മാർഗം തുറന്നു തരാം. ശമ്പളത്തിൻ്റെ 5% നിങ്ങളുടെ വളർച്ചയ്ക്കായി മാറ്റിവെക്കൂ. ഒരു നല്ല പുസ്തകമാകാം, ഒരു ഓൺലൈൻ കോഴ്സാകാം, ഒരു സെമിനാർ ആകാം. ഇതിൽ നിക്ഷേപിച്ചാൽ അതിൻ്റെ പ്രതിഫലം പല മടങ്ങായി തിരികെ ലഭിക്കും. അവസാനമായി ഒരു ചോദ്യം. അടുത്ത ശമ്പളം കിട്ടുമ്പോൾ ഈ 5 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് ഒരു ചെറിയ തീരുമാനമെടുത്താൽ നാളത്തെ സാമ്പത്തിക ജീവിതം മുഴുവൻ മാറാം. വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നിങ്ങളുടെ പണം കൂടുതൽ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോകൾ ഇവിടെ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കമൻറ്റിൽ എൻ്റെ ശമ്പളം എൻ്റെ നിയന്ത്രണത്തിൽ എന്ന് ടൈപ്പ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.